തിരിച്ചു വരൂ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം കസാക്കിസ്ഥാനിലുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്ലൈമറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആയിപ്പോയി. പിന്നെ ഞാൻ ആ ഫ്രണ്ടിലോട്ട് നടക്കും തോറും ഞാൻ സ്ലിപ്പായിട്ട് വീണുകൊണ്ടിരിക്കുക. എന്തൊക്കെയോ മൂളിച്ചുകള് അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഉള്ളില് പേടിയാ, എന്താ ഉണ്ടാവാൻ പോണേന്നറിയില്ല. കണ്ണിലൊക്കെ വെള്ളം വരുന്നുണ്ട്. കാരണം ഈ സിറ്റുവേഷൻ ഞാൻ അങ്ങനത്തെ ഹാൻഡിൽ ചെയ്തിട്ടില്ല ഇതുവരെ. ടോട്ടലി എൻ്റെ ക്യാരക്ടർ തന്നെ ടോട്ടലി ചേഞ്ച് ആയി. ഞാൻ തിങ്ക് ചെയ്യുന്ന രീതി മാറിപ്പോയി. ഈ ബസ് കയറി അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പേടിയാ, എല്ലാത്തിനും പേടിയാ. ഒരു അമ്മയാണോ മോന്റെ കാര്യം ഇങ്ങനെ നോക്കുക? എങ്ങനെയാന്ന് വെച്ചിട്ടാണ് ഹസ്ബൻഡ് കൊച്ചിനെ നോക്കുക? ഇതൊക്കെ അമ്മമാരുടെ ഉത്തരവാദിത്തല്ലേ? ഡെഡ്സിക്ക് ഡെഡ്സിൻ്റെതായ റൂൾസ് ഉണ്ട്, സ്വിമ്മിങ്ങിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട്. ഇതൊന്നും അറിയാത്തതാണ് ഞാൻ. ചെയ്തതൊക്കെ റോങ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ കടലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീന്തി പോവാ. ആ സമയത്ത് എനിക്ക് ഫുൾ ഞാൻ ബ്ലാങ്ക് ആയി. അതാണ് സത്യം. ഇതൊക്കെ റോളി ഇടുന്നുണ്ട്, ആര് കേൾക്കാൻ? നമ്മുടെ ലൈഫ് ചൂസ് ചെയ്യുന്നത് നമ്മളാണ്. മറ്റുള്ളവർ പലതും ചോദിക്കും, അതൊക്കെ എടുക്കാൻ പോയി നമ്മൾ മൂവ് ചെയ്യും. യാത്രകളെ സ്നേഹിക്കുന്ന ട്രാവൽ സ്റ്റോറീസ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ട്രാവൽ സ്റ്റാർ പ്രേക്ഷകർക്ക് ട്രാവൽ സ്റ്റാർ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമുക്കൊരു അതിഥിയുണ്ട്. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് യാത്ര ചെയ്യാൻ പ്രോത്സാഹനമാകുന്ന ഒരാളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമുക്ക് സ്വാഗതം ചെയ്യാം. സംഗീത ഫ്രാങ്കോ. അതെ, സംഗീത. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമ്മുടെ ഷോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ട്രാവൽ സ്റ്റാർ കാണാറുണ്ടോ? പിന്നെ നമ്മൾ ട്രാവലിസ്റ്റിന്റെ ഫാനല്ലേ. സാൻഡപ്പൻ്റെ സൈക്കിൾ സീരീസ് തൊട്ട് ഇതുവരെയ്ക്കും ഞാൻ എല്ലാ എപ്പിസോഡും കാണാറുള്ള ഒരാളാണ്. സാൻഡോനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ദുബായിൽ വെച്ചിട്ട്. ഞാൻ 12 വർഷമായിട്ട് ദുബായിൽ സെറ്റിൽ. തൃശ്ശൂർകാരിയാണ് അല്ലേ? ഞാൻ തൃശ്ശൂർകാരി തന്നെ. 12 വർഷമായിട്ട് ഞാൻ ഇവിടെ ദുബായിൽ സെറ്റിൽഡ് ആണ്. ഹസ്ബൻഡ് ഉണ്ട്, ജിൻഡോ ജോസ്. മോനുണ്ട്, 9 വയസ്സായ മോനുണ്ട്, സാം ജോസഫ്. ഒരുപാട് എന്താ പറയുക, കഥകൾ പറയാനുണ്ട് യാത്രകളുമായി ബന്ധപ്പെട്ടല്ലേ? ഞാനൊരു അറൗണ്ട് ഒരു ലാസ്റ്റ് ചെയ്ത ട്രിപ്പ് അടക്കം ഒരു 35 കൺട്രീസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ഇങ്ങനെ അഡ്വഞ്ചറും പിന്നെ എൻ്റെ കുറച്ച് പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ശരി ശരി ശരി. അപ്പം ഒരു തൃശ്ശൂർക്കാരി, ഒരു MBA ഒക്കെ പഠിച്ച് ഒരു നാട്ടിൻപുറത്തുനിന്ന് വന്ന ഒരാൾ ഇപ്പോൾ ദുബായിലെത്തി. ദുബായിലൊരു സ്ഥിരമായിട്ട് യാത്രകൾ ചെയ്യുന്നു. ദുബായിൽ നിന്ന് വേറെ വേറെ രാജ്യങ്ങളിലോട്ട് യാത്ര ചെയ്യുന്നു. എനിക്ക് ഈ കഥയൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് ഈ യാത്രകളിലേക്ക് എത്തിപ്പെട്ടത്? ശരിക്കും ആരാണ് സംഗീത എന്നറിഞ്ഞാൽ കൊള്ളാം. യാത്ര എന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ട്. ചെറുപ്പം മുതലേ യാത്രകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മൾ ഒരുപാട് TV-കളിലും കാര്യങ്ങളിലൊക്കെ മെയിനായിട്ട് ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് മെയിൻ നമ്മുടെ ദുബായ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതൊക്കെയാണ്. പിന്നെ സഞ്ചാരി ചാനല് അങ്ങനെയൊക്കെ കണ്ടിട്ട് നമുക്ക് യാത്രകൾ ചെയ്യണം, അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ കാണുന്നുള്ള ചെറുപ്പത്തിലുണ്ട് ആഗ്രഹം. പക്ഷെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പഠിക്കുന്ന കാലത്തും, അതായത് ഒരു 10-24 വയസ്സ് വരെ എനിക്ക് അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. വീട്ടിലും കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബേസിക്കലി ചെറുപ്പം മുതലേ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് പഠിത്തത്തിന്റെ കാര്യത്തിലല്ല, ഡാൻസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഭയങ്കര ഫോക്കസ് ആയിരുന്നു. അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ആളായിരുന്നു. ഇത്രയും ആക്റ്റീവ് ആയിരുന്ന ആൾ, അതായത് ഞാൻ പ്രഗ്നൻസി ടൈമിൽ 7th മന്തിലാണ് ഞാൻ എൻ്റെ UAE ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. അപ്പം അത്രയും ആ ഒരു ടൈം വരെ നല്ല ആക്റ്റീവ് ആയിരുന്നു. ആഫ്റ്റർ പ്രഗ്നൻസി ഒരു ഇതിൽ ഞാനൊന്ന് സ്റ്റക്കായി പോയി. 2-3 വർഷം സ്റ്റക്കായി. പ്രോബ്ലംസ് ഒക്കെ ഒരു 100% സോൾവ് ആയി. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീടും മാത്രം, ആ ഒരു ഫ്ലാറ്റിൽ ഞാനും മോനും ഹസ്ബൻഡും അങ്ങനെയുള്ളൊരു ഇത് തന്നെയായിരുന്നു. പിന്നെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ പുറത്ത് പോയിട്ട് സാധനങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെയുള്ള കോൺഫിഡൻസ് ഇല്ല. അവിടെ നിന്ന് ഷാർജയിൽ നിന്ന് ഈ ബസ് കയറി അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പേടിയാ, എല്ലാത്തിനും പേടിയാ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു വലിയൊരു മാറ്റം, ഭയങ്കരമായിട്ട് മാറ്റം വന്നു. ഞാൻ ഇത് മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഇപ്പൊ ഇരിക്കണം ഞാനല്ല, വേറെ ഞാനകത്ത് പറഞ്ഞ പോലത്തെ കേസാണ് ഞാൻ. കാരണം പുതിയ ലൈഫിൽ നമ്മൾ പുതിയൊരാളും കൂടെ വന്നില്ലേ, മോൻ. നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ, നമുക്ക് ഇപ്പൊ പരിചയമൊന്നുമില്ലല്ലോ. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ലൈഫ് ചേഞ്ചായി. ആ ഒരു ഇതിൽ നിന്ന് എല്ലാരും മാറി, ഞാൻ മാത്രം ഓവർകം ചെയ്തില്ല. അതെന്റെ വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു
ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് ജിൻഡോ ജോസ് ദുബായിൽ അവിടെ വർക്ക് ചെയ്യുന്നു, ജബലലിൽ വർക്ക് ചെയ്യുന്നു, സീ പോർട്ടിൽ വർക്ക് ചെയ്യുന്നു. പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും എന്നെ എങ്ങനെ ഒന്ന് ഓവർകം ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ട്. എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ട്രാവൽ ചെയ്യുന്നൊക്കെ ഞാൻ അങ്ങനെ പറയും വീട്ടില്, പക്ഷെ അതിനുള്ള ഒറ്റയ്ക്ക് ഇനിഷ്യേറ്റ് ചെയ്ത് എടുക്കുന്ന സംഭവമൊന്നും ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ ഈ ബർത്ത്ഡേയുടെ സമയത്ത് എനിക്കൊരു ഒരു എയർ ടിക്കറ്റ് തന്നു അർമേനിയക്ക്. ആളൊരു ടിക്കറ്റ് തന്നു. അത് അർമേനിയയിലുള്ള ടിക്കറ്റും ഹോട്ടൽ റൂമും, ഒരു ടൗണിലുള്ള ഒരു ഹോട്ടൽ റൂമും തന്നു. UAE ഒറ്റയ്ക്ക് ഒറ്റയ്ക്കും പോകത്ത ഞാൻ ഈ ടിക്കറ്റ് ഹോട്ടൽ റൂം വെച്ചിട്ട് എന്താക്കാനാണ്? അതെനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ തിരിച്ചു വന്നു. അതെ, ഭയങ്കര വിറ്റായിരുന്നു കേട്ടോ. ഒന്നാമത് കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ കുറെ റിസ്ട്രിക്ഷൻസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു പോയത്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് കൊറോണ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വരണം. ഇവിടെ നിന്ന് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല. ഈ UAE നമുക്ക് എല്ലാവരും മലയാളീസാ. നമുക്ക് നല്ല അത്രയും കോൺഫിഡൻസ് ഉള്ള പ്ലേസിൽ ഞാൻ ധൈര്യം കാണിക്കാത്ത ഞാൻ അർമേനിയയിൽ പോയിട്ട് എന്ത് കാണിക്കാനാ? അവിടെയുള്ള ആൾക്കാർക്ക് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞ അവിടെയുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് അധികം ഫ്ലുവൻ്റ് അല്ല. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ വെച്ചിട്ട് വേണം ഇതൊക്കെ. അങ്ങനെ പോയി, അർമേനിയക്ക് പോയി. എന്തോ ഇതിൽ പോയി അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തപ്പോൾ ആൾക്ക് ഇത് പറഞ്ഞ പോലെ ആൾക്ക് ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും അറിയില്ല. എന്നിട്ട് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ വെച്ച് ഇങ്ങനെ പറഞ്ഞ് എങ്ങനെയോ ഞാൻ ഹോട്ടലിലെത്തി. എന്താ പറയാ, പിന്നെ അവിടെ അവിടെ സ്ഥലങ്ങളൊക്കെ കാണണല്ലോ, അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പോഴാണ് ഞാൻ ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നത്. യാരവൻ എന്ന് പറഞ്ഞ സിറ്റി അറിയാം. ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂന്ന് അറിയാം. ഈ റൗണ്ടിൽ തന്നെ 2 ദിവസം കറങ്ങിക്കൊണ്ടിരിക്കുക ഞാന്. 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോ അവിടെ ഈ ഡെയിലി ടൂറിസ്റ്റിന്റെ വണ്ടിയൊക്കെ വരും. അപ്പോ ആ വണ്ടിയിൽ കയറി പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ചോദിച്ചു, ഇത് എത്ര മണിക്ക് പോവാ? അപ്പൊ ഇത് 9 മണിക്ക് പോവാ. എത്ര മണിക്ക് തിരിച്ചു വരാം? 4 മണിക്ക് തിരിച്ചു വരും. അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആണ് അവിടുത്തെ ട്രിപ്സ് ഒക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഫസ്റ്റത്തെ 2 ദിവസം ഫുഡ് കഴിക്കാൻ പോണല്ലോ. ഞാൻ നിൽക്കുന്ന ഒരു കുഞ്ഞു ഹോട്ടലിലാണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതൊക്കെ അന്വേഷിച്ച് പിടിച്ച് പോകണം. 10 പ്രാവശ്യം വഴി തെറ്റി തിരിച്ച് കറങ്ങി ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരും. പിന്നെയും ഗൂഗിൾ മാപ്പ് തിരിച്ചും കറങ്ങി. അത്രയും പോലും ഒരു അറിവില്ലാണ്ടാണ് ഞാൻ അർമേനിയയിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഇതേപോലെ ചോദിച്ച് ഞാൻ ഓരോ സ്ഥലങ്ങൾ ഗാർണിയൊക്കെ പോയി. പിന്നെ മൗണ്ടൻസ് ഒക്കെ പോയി. ഇതേപോലെ ഡെയിലി ടൂറിസ്റ്റിന്റെ അങ്ങനെയൊക്കെ ഷെയറിംഗ് വെഹിക്കിളിലൊക്കെ ഇങ്ങനെ പോയപ്പോൾ ആദ്യത്തെ ദിവസം പോയപ്പോൾ തന്നെ ഓക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരും, തിരിച്ച് ഇവർ കൊണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പായി. പിറ്റേ ദിവസം പോയി. 2-3 ദിവസം ട്രിപ്പ് കൂടിയപ്പോ പിന്നെ ഹസ്ബൻഡിന് ഓക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരും എന്നുള്ള ട്രിപ്പ് ശരിക്കും ഒരു മെഡിസിൻ പോലെയായിരുന്നു. ആ ഒരു റീകോൾ എന്നുള്ള രീതിയിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ എൻ്റെ ഒരു കോൺഫിഡൻസ് കുറച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു സംഭവം പിന്നെ ഇതേപോലെ തന്നെ UAE തിരിച്ചു വരണമെങ്കിൽ കൊറോണ ടെസ്റ്റ് ചെയ്തിട്ട് വേണം തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് പോയതൊക്കെ വമ്പൻ. ആ ക്ലിനിക്കിന്റെ മുന്നിൽ 10 പ്രാവശ്യം നടന്നു. എന്നിട്ടേക്ക് മനസ്സിലായിട്ടില്ല, ഇതാണ് ക്ലിനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ചോദിച്ച് പിടിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് തന്നെയാണ്. കാരണം അതിന്റെ ഉൾ റോഡിലേക്ക് പോയിട്ട് വേണം. എന്നിട്ട് ഞാൻ തിരിച്ച് UAE എത്തി. അപ്പൊ എനിക്കൊരു തിരിച്ച് ഞാൻ വന്ന് UAE ഫ്ലൈറ്റ് ഒക്കെ തിരിച്ച് UAE വന്നിട്ട് ലാൻഡ് ചെയ്തപ്പോ ഓക്കെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് ഇതാണ് ശരിക്കും ലൈഫിൽ ഒരു വേറൊരു ടേണിംഗ് പോയിന്റ്. ഈ പറയുന്ന പോലെ നമ്മുടെ ആ പഴയ ആക്റ്റീവായ ആളുടെ കുറച്ച് തിരിച്ചു വരുന്നു, കുറച്ചൊക്കെ തിരിച്ചു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയപ്പോൾ എന്താ പറയാ കുറച്ച് ഫ്രണ്ട്സിന് അവിടുത്തെ ലോക്കൽ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പൊ അവരുടെ കുറെ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഈ യാത്രയിൽ അങ്ങനെ നല്ല കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പോകുന്നത് ഷെയറിംഗ് വെഹിക്കിളല്ലേ, പല നാഷണാലിറ്റീസ് ആൾക്കാരുണ്ട് അതില്. അപ്പൊ ഒരു ഫുൾ ഡേ നമ്മൾ ഈ 4-5-6 പേരുണ്ടാവും ഒരു ചെറിയൊരു വണ്ടിക്കകത്ത്. എല്ലാവരും മിണ്ടാതിരിക്കില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഉച്ചവരെ ആരും ഒന്നും മിണ്ടില്ല. ഉച്ചയ്ക്ക് ശേഷം പിന്നെ അവന്ന് മിങ്കിളായിട്ട് വരും. അപ്പം നമ്മൾ എവിടെയാണ് എന്താണ് അങ്ങനെ കുറെ സ്റ്റോറീസ്. ഒരു അപ്പാപ്പനമ്മയ്ക്ക് ഉണ്ടായിരുന്നു എൻ്റെ വണ്ടിക്കകത്ത്. അവര് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നവരൊക്കെ. അപ്പോൾ അവര് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ കോണ്ടാക്ട് കിട്ടും. ആക്ച്വലി അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കോണ്ടാക്ട് കിട്ടും. പിന്നെ അവർ താമസിച്ചായിരുന്നു എൻ്റെ ഹോട്ടലിന്റെ അടുത്ത് തന്നെയായിരുന്നു. പിറ്റേ ദിവസത്തെ ട്രാവലിങ്ങിലും അവരുണ്ടായിരുന്നു. മനസ്സിലായി. അപ്പൊ നമ്മളൊരു ഫ്രണ്ട്സായി. ഞാൻ
ഇപ്പോഴും അവരായിട്ട് കണക്ഷൻ ഉണ്ട്. അവര് ഫ്രാൻസിലാണ് അവര്. ഇപ്പോഴും ഞാൻ അവരായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ എനിക്കൊരു ഇൻട്രസ്റ്റ്, ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് അതിൽ വന്നു. ഈ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു, പുതിയ കാഴ്ചകൾ കാണുന്നു. പുതിയ നമ്മൾ സ്വന്തമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് ലോകം കീഴടക്കിയ ഒരു എന്താ പറയാ, അർമീനെ മാത്രം ആ സമയത്ത് വിസിറ്റ് ചെയ്തിട്ടുള്ളൂ സോളോയില്. പക്ഷെ ഞാൻ ഏതാണ്ട് എന്തൊക്കെയോ ചെയ്ത പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ആ ഒരു ഒറ്റ സോളോ ട്രിപ്പില്. പിന്നെ അവിടെ നിന്ന് ഞാൻ ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അങ്ങനെ UAE അടുത്തുള്ള രാജ്യങ്ങള് ട്രാവൽ ചെയ്തു. ഇതൊക്കെ സോളോ ട്രിപ്പുകളായിരുന്നു. UAE അടുത്ത് 2-3 മണിക്കൂർ ദൂരമുള്ള. അതിനുശേഷം പിന്നെ ഞാൻ യൂറോപ്പ്, ലാസ്റ്റ് US പോയി. പിന്നെ സോളോ പോയത് ലാസ്റ്റ് ജോർദാൻ. എത്ര രാജ്യങ്ങൾ കവർ ചെയ്തു? ഞാൻ അറൗണ്ട് ഒരു 35 കംപ്ലീറ്റ് ചെയ്തു. ഈ യാത്രകൾ നമുക്ക് എന്താ കിട്ടുന്നത്? എങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ട്രാവൽ ചെയ്തപ്പം ടോട്ടലി എൻ്റെ ക്യാരക്ടർ തന്നെ ടോട്ടലി ചേഞ്ച് ആയി. ഞാൻ തിങ്ക് ചെയ്യുന്ന രീതി മാറിപ്പോയി. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് യാത്രകൾ ഓരോ യാത്രയിലും ഓരോ ഇൻസിഡൻസും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നത്. മനസ്സിലായോ? അത് ഫ്യൂച്ചറിൽ നമ്മുടെ ലൈഫിൽ അത് അപ്ലിക്കബിൾ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ യാത്രയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ആ പ്രോബ്ലംസ് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. എല്ലാ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ ഡിസിഷൻസ് എടുക്കണം. ഇപ്പൊ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ തന്നെ സോൾവ് ചെയ്യണം. ആ സോൾവ് ചെയ്യുന്നതാണ് എന്താ പറയാ, നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഹെൽപ്ഫുൾ ആണത്. പിന്നെ ഇപ്പൊ നമ്മുടെ അടുത്ത് ഓരോ ആൾക്കാരൊക്കെ ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മുടെ ചിന്ത രീതി തന്നെ ടോട്ടലി മാറും. യാത്ര ചെയ്യാത്ത ഒരാളും യാത്ര ചെയ്യുന്ന ഒരാളും തിങ്ക് ചെയ്യുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലരും ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കും, നീ എന്താ ഇങ്ങനെ പറയണേ, നീ എന്താ അങ്ങനെ പറയണേന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യാത്രയിലൂടെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആകെ കൂടി 35 കൺട്രീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത്രയും ചെയ്തിട്ടില്ലെങ്കിലും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള നോളജ്, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് വലുതാണ്. ഇപ്പം ഇങ്ങനെ യാത്ര ചെയ്തല്ലേ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നു, അതിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് പുറത്ത് കിടക്കുന്നു. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? അർമേനിയക്ക് ശേഷം പിന്നെ ഞാൻ 1-2 മാസത്തിന് ഗ്യാപ്പിന് ശേഷം ഞാൻ ഉസ്ബെക്കിസ്ഥാൻ വിസിറ്റ് ചെയ്തു. പിന്നെ ജോർജിയ, പിന്നെ അതിന് ശേഷമാണ് കിർഗിസ്ഥാനും കസാക്കിസ്ഥാനാണ് പിന്നെ എനിക്ക് കുറച്ച് അഡ്വഞ്ചർ ലെവലില് ടഫ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫാണ്. കാരണം വെച്ചാൽ എനിക്ക് ഹൈറ്റ് പേടിയാണ്, വെള്ളം അധികം പേടിയാണ്. അപ്പോൾ കിർഗിസ്ഥാനിൽ എന്ന് വെച്ചാൽ ഹൈറ്റിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് സ്കൈ ബ്രിഡ്ജ് എന്ന് പറയും. 2 മൗണ്ടൻസ് തമ്മിൽ കണക്റ്റഡ് ആണ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തൂക്കുപാലം പോലെ. അത് നല്ല ആഴമുണ്ട്, നേരമാണ്. അത് വളരെ നേരമാണത്. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എനിക്ക് ഹൈറ്റ് പേടിയുള്ള കാരണം കൊണ്ട് നമുക്ക് മിഡിലൊക്കെ എത്തുമ്പോൾ കൈയും കാലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിറയ്ക്കും. കാരണം ഇതിങ്ങനെ കിടന്ന് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം കിർഗിസ്ഥാനിൽ ഞാൻ ഫസ്റ്റ് സ്കൈ ബ്രിഡ്ജിൽ പകുതി വരെ പോയി തിരിച്ചു വരും, പിന്നെയും പകുതി വരെ തിരിച്ചു വരും, പിന്നെ മൂന്നാമതും കുറച്ചും കൂടി ബ്രീത്തൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അതേപോലെ കൂടി തിരിച്ചു വരണേ. അതായത് പക്ഷേ സ്കൈ ബ്രിഡ്ജും ഡേഞ്ചറാ. സ്നോ ഉള്ള ടൈമിൽ ഈ സ്കൈ ബ്രിഡ്ജിലേക്ക് ഒരു മൗണ്ടൻ കയറിയിട്ട് വേണം ഈ സ്കൈ ബ്രിഡ്ജിലേക്ക് എത്താൻ. ആ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ വഴിയൊന്നും ഇല്ല അവിടേക്ക്. സ്നോ ടൈമിൽ ഒരു എല്ലാം സ്ലിപ്പറി. അവിടെ ബ്ലാക്ക് ഐസ് കൂടുതലാണ്. ബ്രിഡ്ജിന്റെ മേലൊന്നും വീടില്ല. കാരണം ബ്രിഡ്ജിൽ സ്നോ ഒന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ബ്രിഡ്ജിൽ നമുക്ക് പിടിക്കാനുണ്ട്, പക്ഷെ ബ്രിഡ്ജ് കിടന്ന് ഇങ്ങനെ ഹാങ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇത്രയും ആഴത്തിൽ ഈ ബ്രിഡ്ജ് കിടന്ന് ഹാങ് ചെയ്യുമ്പോ അങ്ങനെ അവിടെ അതാ പറഞ്ഞത്, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരു സേഫ്റ്റി മെഷറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഞാനൊരു വീട്ടിലൊന്നും പറയാതെ പോയി എടുത്ത അഡ്വഞ്ചറാണ്. അതൊരു ചെറിയൊരു അഡ്വഞ്ചർ എന്നെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു അഡ്വഞ്ചറാണ്. ഈ ബ്രിഡ്ജിലോട്ടുള്ള യാത്രയും കുറച്ച് ടഫ് ആയിരുന്നല്ലോ. ബ്രിഡ്ജിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ക്ലൈമറ്റിൽ പോയി കഴിഞ്ഞാൽ ബ്രിഡ്ജിലേക്ക് പോകുന്നത് ഒരു മൗണ്ടൻ കയറിയിട്ടാണല്ലോ ബ്രിഡ്ജിലേക്ക് പോകുന്നത്. നോർമൽ ടൈമിൽ കുഴപ്പമില്ല. പക്ഷെ സ്നോ ഉള്ള ടൈമിൽ എന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പർ ഒരു വഴിയില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷൂസ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഐസ് കൂടുതലാണ്. ഞാൻ പോയി സ്ലിപ്പായി നേരെ താഴത്തേക്ക് വീഴും.
നമുക്കൊരു സേഫ്റ്റി കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് ഞാനൊരു പരിചയപ്പെട്ട ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരെല്ലാവരും കൂടി ഇങ്ങനെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ സൈഡ് ചെരിഞ്ഞാണ് അതിന്റെ മേലേക്ക് പോയത്, ബ്രിഡ്ജിന്റെ അവിടേക്ക് എത്തിയത്. ഞാനിങ്ങനെ പകുതി എത്തിയപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും കഷ്ടപ്പാട് നീ പോകാൻ പാടില്ലാത്ത സമയത്ത് തന്നെ പോകുന്നത്. എന്തിനാ ഞാൻ ചെയ്യണേ എന്ന് ഞാൻ തന്നെ ആലോചിച്ചു. കാരണം എന്താ വെച്ചാൽ താഴത്തേക്ക് ഇറങ്ങാൻ എന്റെ കൂടെ ആരുമില്ല. അപ്പൊ ഇവരുടെ കൂടെ മേലോട്ട് പോകുന്നത് തന്നെയാണ്. അപ്പൊ ഇവര് എല്ലാരും നല്ല സ്ട്രോങ് ആയിട്ട് കൈ പിടിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ധൈര്യത്തിലാണ് പോയത്. സ്ലിപ്പ് അതിന്റെ നിലത്തെത്തും അങ്ങനെ. അത് കഴിഞ്ഞിട്ടാണ് ഈ മൗണ്ടനിൽ എത്തിയിട്ട് പിന്നെ സ്കൈ ബ്രിഡ്ജ് ഏരിയയില് ഓക്കെ കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിൽ ഹോൾഡ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ പേടിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടന്നിങ്ങനെ ഷെയ്ക്കാവും. വീടില്ല എന്നാലും ഇത് ഷെയ്ക്കാവും. അപ്പൊ അത് നമ്മൾ താഴെ നോക്കിയിട്ടാണല്ലോ വോക്ക് ചെയ്യണേ. ഉയരം പേടിയുള്ള ഉയരം പേടിയുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് അത് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് അതിനുശേഷമാണ് ഞാൻ പോയിട്ട് ആ ഒരു ധൈര്യം വെച്ചിട്ടാണ് ഞാൻ പോയിട്ട് സാപ്പയില്, വിയറ്റ്നാമിലെ സാപ്പയിലത്തെ അത് ഇതിലും കുറച്ചും കൂടി പേടിയാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് താഴെ മീൻസ് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഒരു വലിയൊരു ഗ്യാപ്പാ. അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് പോണം. പക്ഷെ അതിന് സേഫ്റ്റി മെഷർ ഉണ്ട്, സേഫ്റ്റി ഉണ്ട്. ജസ്റ്റ് ഒരു ഹാങ് ചെയ്യും, ഹാങ് ചെയ്യും. പക്ഷെ അത് ഈ താഴെ നോക്കുമ്പോ കാണുന്നത് താഴെ നോക്കാനല്ല, താഴെ നോക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളിങ്ങനെ കിടന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഒരു രക്ഷയില്ല. അത് സാപ്പ വേറെ ടൈപ്പ് എക്സ്പീരിയൻസ്. അതൊക്കെ ഞാൻ കുറെ ട്രാവൽ ചെയ്തതിനു ശേഷമാണ് സാപ്പയിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഈ അഡ്വഞ്ചർ ട്രിപ്പുകളിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന അനുഭവം തന്നെയായിരുന്നു ഈ പറഞ്ഞ ഫസ്റ്റ് അനുഭവം തന്നെയായിരുന്നു? അല്ല, ഇത് കിർഗിസ്ഥാനിൽ ജസ്റ്റ് ഞാനൊരു അഡ്വഞ്ചർ, ഞാൻ ഇതുവരെ ഞാൻ അഡ്വഞ്ചർ പേഴ്സൺ അല്ല, അഡ്വഞ്ചർ ട്രൈ ചെയ്തു മാത്രം. കസാക്കിസ്ഥാനിലാണ് എനിക്ക് പോയിട്ട് ഒരു എന്താ പറയാ തിരിച്ചു വരൂ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം കസാക്കിസ്ഥാനിലുണ്ടായത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിർഗിസ്ഥാനിലൊക്കെ ഞാൻ സ്നോ മെൽറ്റിംഗ് സ്റ്റേജ് ഒക്കെ ആ ഒരു ടൈമിലാണ് ഞാൻ കിർഗിസ്ഥാനിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കസാക്കിസ്ഥാനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു റീജിയനിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവും. അത് രാവിലെ കുറച്ച് വെയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറെ മഞ്ഞ് വീണ് കാണാം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ കസാക്കിസ്ഥാനിലെ ലേക്ക്, അതായത് സിറ്റിക്ക് അകത്തുനിന്ന് 3 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടൊരു വില്ലേജ് ഉണ്ട്, കോൾസായി ലേക്ക് ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അതിന്റെ അടുത്ത് തന്നെ വേറൊരു ലേക്കും കൂടെ ഉണ്ട്. അപ്പൊ ഞാനൊരു രാവിലെ കസാക്കിസ്ഥാനിൽ നിന്ന് ഒരു 3 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ഒരു 12-12 സമയത്ത് ഞാൻ കോൾസായി ലേക്കിന്റെ അവിടെ ഏരിയ കവർ ചെയ്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ടൈം ഉണ്ട്. അപ്പോൾ ഒരു വണ്ടിയിൽ കുറച്ച് ആൾക്കാർ ഈ പറഞ്ഞ വേറൊരു ലേക്കും കൂടെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ കൂടെ വണ്ടിയിൽ കയറി അവിടെ ഒരു സ്റ്റോപ്പ് നിർത്തി. പിന്നെ നമ്മളൊരു ജാമ്പവാന്റെ കാലത്തെന്ന് പറയാമല്ലോ, അതേപോലത്തെ ഒരു ജീപ്പില്, നല്ല വയസ്സായിട്ടുള്ള ഒരു അപ്പാപ്പനാണ് ഒരു ജീപ്പില് നമ്മളെ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അത് ഏകദേശം ഒരു 2 മണി നേരത്തെ, ഉച്ചയ്ക്ക് 2 മണി നേരത്തൊക്കെയാണ്. അപ്പോഴും വെളിച്ചൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരു ഫോറസ്റ്റ്, അത് 1 മണിക്കൂർ ട്രാവൽ ചെയ്യണം ജീപ്പിൽ. 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിലെത്തും. ആ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു മൗണ്ടന്റെ താഴെ എത്താം. ആ മൗണ്ടന്റെ താഴെ നമുക്കൊരു ഒന്നെങ്കിൽ നമുക്ക് ഹോഴ്സ് റൈഡിങ് എടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു അവിടെ മൗണ്ടനിലേക്ക് പോകുന്ന ഒരു വണ്ടിയുണ്ട്, അവർ ഡ്രോപ്പ് ചെയ്യും. ആ മൗണ്ടനിലേക്ക് എത്തിയിട്ട് ആ മൗണ്ടന്റെ താഴെയാണ് ഈ ലേക്ക് ഉള്ളത്. അപ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്ന ഞാനും പിന്നെ വേറൊരു പയ്യനും ഉണ്ടായിരുന്നു, ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വണ്ടിയാണ് എടുത്തത്. മലയാളിയാണോ? മലയാളം, നോർത്ത് ഇന്ത്യൻ ഇന്ത്യക്കാരനാണ്. അവിടെ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, കസാക്കിൽ പഠിക്കുന്ന. അവനും പുതിയതാണ് അവിടെ, അവനും നാട് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന വേറെ കുറച്ച് ഫാമിലീസ് ഒക്കെ ഹോഴ്സ് റൈഡിങ് എടുത്തത്. നമ്മള് 2 പേരും കൂടെ ഈ വണ്ടിക്കാരൻ നമ്മളെ ഈ മൗണ്ടനിന്റെ മേലെ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ താഴെ വരും. അടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ഡ്രോപ്പ് ചെയ്യാൻ മേലെ വരും. നമ്മളെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിക്ക് ചെയ്തിട്ട് താഴെ ഉണ്ടാക്കും. ഇതാണ് അവരുടെ പ്രൊസീജിയർ. അപ്പോൾ ഞങ്ങളെ 2 പേരും മേലെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. കുറച്ച് നേരം ഞങ്ങൾ വാക്ക് ചെയ്തപ്പോൾ നന്നായിട്ട് സ്നോ വരാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വെച്ച് കഴിഞ്ഞാൽ സ്നോ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഇത് എൻ്റെ ട്രാവലിങ്ങിന്റെ തുടക്കത്തിലുള്ള കേസാണ്. എനിക്കധികം നോളജ് ഇല്ല സ്നോയിൽ എങ്ങനത്തെ ഷൂസ്, ഒരുമാതിരിപ്പെട്ട സ്ലിപ്പർ ആവാത്ത ഷൂസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്ലൈമറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആയിപ്പോയി. നല്ല സ്നോ വന്നു. അപ്പൊ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് കാണാം. മീൻസ് ഇത് സ്നോ വന്നിട്ട് ആ ലേക്കൊക്കെ കവറായി തുടങ്ങി.
പിന്നെ ഞാൻ ആ ഫ്രണ്ടിലോട്ട് നടക്കും തോറും ഞാൻ സ്ലിപ്പായിട്ട് വീണുകൊണ്ടിരിക്കുക. ആദ്യത്തെ 1-2 പ്രാവശ്യം വീണപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമുണ്ടാവില്ല, അത് ബ്ലാക്ക് ഐസിലായിരിക്കും ഞാൻ വീഴുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നല്ല കട്ടിയുള്ള സ്നോയിലും എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കാലൊക്കെ മരവിച്ചു തുടങ്ങി. ഞാൻ യൂസ് ചെയ്തിരുന്ന ഷൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ചെറിയ സ്നോസിലൊക്കെ യൂസ് ചെയ്യാം. ഞാൻ കിർഗിസ്ഥാനിൽ ആ സെയിം ഷൂസ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അത്ര കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കസാക്കിൽ ഞാൻ പ്രതീക്ഷിച്ചാലും നല്ല സ്നോ, കാരണം കാലിൻ്റെ മുട്ട് വരെയല്ല, അതിനോട് അത്രയും കാല് കവേർഡ് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ. അപ്പൊ എനിക്ക് വാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചു ദൂരം നടക്കും വീഴും, കുറച്ചു ദൂരം നടക്കും വീഴും. പിന്നെ ആ ലേക്കിലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പാ, നടക്കേണ്ടി വരില്ല, ഇങ്ങനെ പോകും. പിന്നെ എനിക്ക് തോന്നി തിരിച്ചു കയറി വരാൻ പറ്റില്ല എന്ന് തോന്നി. അപ്പൊ ഞാൻ ഈ കൂടെയുള്ള പയ്യന്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും ഇത് കാണാൻ പറ്റും തോന്നുന്നില്ല, നമുക്ക് പോയിന്റിൽ തന്നെ പോയി നിൽക്കാം, അവരെന്തായാലും താഴത്തുനിന്ന് ആൾക്കാരെ പിക്ക് ചെയ്യുമല്ലോ, അപ്പൊ നമുക്ക് തിരിച്ചു പോവാലോ എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ആ പോയിന്റിലേക്ക് തന്നെ ഞാനൊരു 3/4 മണിക്കൂറോളം എടുത്തു നടന്ന്. എന്താ വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് ആ പയ്യന്റെ കുഴപ്പമില്ല, ആ പയ്യന്റെ ഷൂസ് ഒക്കെ ആയിരുന്നു, ഞാനാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഞാൻ നടക്കുന്നു വീഴുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു 3:30-4 മണിക്ക് ആയപ്പോഴേക്കും ഇരുട്ടിങ്ങനെ ക്ലൈമറ്റ് മരമണി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തിരിച്ച് മേലേക്ക് വരണ്ടേ, ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരണ്ടേ, ഇവരാരും വന്നില്ല. അപ്പോൾ ആ കൂടെയുള്ള പയ്യൻ പറഞ്ഞു, ഇവിടെ ഒരു ഫോൺ ഇരിക്കുന്നുണ്ട്, നമുക്കതിൽ അത് ചിലപ്പോൾ താഴത്തേക്കുള്ള ലൈറ്റ് ഫോൺ പോലത്തെ ഇരിക്കുന്നുണ്ട്, ഒരു പബ്ലിക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്തിട്ട് സൗണ്ട് പോലും ഇല്ല. ആ ഫോൺ എടുത്ത് ഞങ്ങൾ എടുത്താൽ ആരെ വിളിക്കാന് ഞങ്ങൾക്ക്. അതെ, അപ്പോൾ പുള്ളിക്കാരനെ ഇവിടെ എന്തൊക്കെ കോണ്ടാക്ട് ഉണ്ട്, അതിലാരെങ്കിലും വിളിച്ച് ഇങ്ങനെ ഇൻഫോം ചെയ്യാൻ. ഞങ്ങൾക്ക് അവിടുത്തെ അതൊരു മണ്ടത്തരാണ്, താഴത്തെ ആരുടെയും കോണ്ടാക്ട് അങ്ങാണ്ട് പോകുന്നത്. പക്ഷെ ആ ഫോണേ വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ഫോണിൽ അതിന്റെ മേലെ ഒട്ടും റേഞ്ച് ഇല്ല, ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ സമയത്ത് കുറെ കാര്യങ്ങൾ തിങ്ക് ചെയ്യും, ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പോഴും എനിക്ക് ഒരു പേടി എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിങ്ങനെ രാത്രിയായി തുടങ്ങിയപ്പോൾ ഇവരിട്ട് മേലേക്ക് വരാണ്ടായപ്പോൾ ഒരു ടെൻഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പയ്യൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ എന്തായാലും നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഴും, നമുക്കിവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, എന്തായാലും നമ്മളെ കാണാണ്ടാവുമ്പോ അവര് വരുമല്ലോ. അങ്ങനെയാണ് ഞാൻ അപ്പോഴും തിങ്ക് ചെയ്യുന്നത്. ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് നടന്നു തുടങ്ങാം, എവിടുന്ന് വണ്ടി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കയറി പോകാലോ. റോഡെന്ന് പറഞ്ഞാൽ വഴി തെറ്റി പോവില്ല, നമുക്ക് ഒരൊറ്റ വഴിയുള്ളൂ. കാരണം ഇപ്പുറത്ത് കൊക്കയും ഇപ്പുറത്ത് കാടും, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇങ്ങനെ നടന്നു പോണത്. വീണ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നല്ല താഴ്ചയുള്ള ഒരു ഇതും. അപ്പോൾ എൻ്റെ പേടിന്ന് വെച്ചാൽ ഞാൻ സ്ലിപ്പായിട്ട് ഈ കൊക്കയിലേക്ക് വീഴൂ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നല്ലോ. ടെൻഷനല്ല, നല്ല പേടിയുണ്ടായിരുന്നു സത്യം പറയാലോ. ഞാൻ ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്, ഹസ്ബൻഡിനെ എങ്ങനെ ആരെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നല്ലോ. പക്ഷെ പറ്റിയില്ല, ആരോട്ട് മേലോട്ടേക്കും വന്നില്ല. നടക്കല്ല, നടന്നു. പിന്നെ കുറെ നേരം ഇരുന്നു, ഇങ്ങനെ പയ്യൻ കുറച്ചു നേരം എന്റെ ഉന്തി പുറത്തുനിന്ന്. പക്ഷെ രക്ഷയില്ല. നിങ്ങൾ ഈ മരത്തിന്റെ സൈഡ് പിടിച്ചു കിടന്നോ? എങ്ങനെ ഇതിലോട്ട് പോകാൻ പാടില്ല. മരത്തിന്റെ സൈഡൊന്നും അങ്ങനെ പിടിക്കാനൊന്നുമില്ല, എല്ലാം സ്നോ വന്നിട്ട് കവേർഡ് ആണ്. പിന്നെ എന്തൊക്കെയോ സൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ സൗണ്ട്സ് ആണ് നമ്മൾ ഏറ്റവും, മൃഗങ്ങളുടെ ശബ്ദമാണോ പറയുന്നത്? എന്ത് സൗണ്ട്സ് ആ സമയത്ത് സൗണ്ട്സ് വരുന്നുണ്ട്, എന്തൊക്കെയോ മൂളിച്ചുകള്, അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഉള്ളില് പേടിയാ, എന്താ ഉണ്ടാവാൻ പോണേന്നറിയില്ല. കണ്ണിലൊക്കെ വെള്ളം വരുന്നുണ്ട്, കാരണം ഈ സിറ്റുവേഷൻ ഞാൻ അങ്ങനത്തെ ഹാൻഡിൽ ചെയ്തിട്ടില്ല ഇതുവരെ, കാരണം നമുക്കറിയാത്തൊരു നാട്. അപ്പം എന്നിട്ട് കുറേ ദൂരം വീണ്, ഒരു 5-10 പ്രാവശ്യം വീണ്. ഒരു ലാസ്റ്റത്തെ വീഴ്ചയില് ഈ സ്നോന്റെ ഉള്ളിൽ കല്ലെന്തോ സംതിങ് ഉണ്ടായിരുന്നു, അതില് മുട്ട് കുത്തിയിട്ടാണ് ഞാൻ വീണേ. ആദ്യത്തെ വീഴ്ചക്ക് ഭയങ്കര ഫണ്ണായിരുന്നു എനിക്ക്, പക്ഷെ ലാസ്റ്റത്തെ വീഴ്ച നല്ല വീഴ്ചയായിരുന്നു. സ്വെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കൈയും പറ്റണില്ല, ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇതാക്കി വരാനൊന്നും പറ്റണില്ല. അപ്പോഴാണ് എനിക്ക് ഭയങ്കര അതിന്റെ ഒരു സീരിയസ്നെസ്സും സങ്കടവും എല്ലാം കൂടെ വരുമല്ലോ, നിസ്സഹായാവസ്ഥ, വല്ലാത്തൊരവസ്ഥ. പിന്നെ കുറെ ദൂരം അങ്ങനെയൊക്കെ ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ ടോട്ടലി വാക്ക് ചെയ്തിട്ടുണ്ട്. കുറെ ദൂരം കഴിഞ്ഞ് അവിടെ എത്താറായപ്പോഴും ആ താഴത്തേക്കുള്ളതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്നോ വന്നിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാലൊക്കെ എൻ്റെ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
പക്ഷെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ലെവല് കഴിഞ്ഞപ്പോൾ എനിക്ക് താഴെ ആൾക്കാർ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇരുട്ടായി തുടങ്ങി, പക്ഷേ സ്നോ ഉള്ളതുകൊണ്ട് വെളിച്ചുണ്ട് മൊത്തം. ഇരുട്ടെന്ന് പറഞ്ഞൊരു നമ്മുടെ 6 മണി 6:30 സമയത്തുള്ള ഒരു ഇരുട്ട് വരില്ലേ, ആ ഒരു സമയം നമുക്ക് ആൾക്കാരെ വിസിബിൾ ആണ്. താഴെ അങ്ങ് ദൂരെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു നമുക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഓളിടാം, അവരാരെങ്കിലും വരുമല്ലോ ഇവിടെ. ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ഹെൽപ്പ് ഹെൽപ്പ് ഇതൊക്കെ ഓളിയിടുന്നുണ്ട്. ആര് കേൾക്കാൻ? 2-3 ആൾക്കാരവിടെ ഉണ്ട്, താഴെ ഉണ്ട്, പക്ഷെ ആരും ഒന്നും കേൾക്കുന്നില്ല. ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇവിടുന്ന് ഓളിയിടന്നെ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും നോക്കണില്ല. എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയും സ്വെല്ലിങ് ഒക്കെ ഫുള്ളായി തുടങ്ങിയാറുണ്ട്. എനിക്ക് നല്ല പെയിനും. അങ്ങനെ ഒരു വിധത്തിലാണ് ഞങ്ങൾ താഴെ എത്തിയത്. താഴെ എത്തിയപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളെ കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവറല്ലേ, അയാൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇരിക്കണം. അപ്പൊ ഈ കൂടെയുള്ള പയ്യൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഞങ്ങൾ എടുക്കാൻ വേലയ്ക്ക് വരാന്ന് വെച്ചാൽ പറഞ്ഞപ്പോൾ ക്ലൈമറ്റ് ഫുള്ള് ചേഞ്ച് ആയ കാരണം കൊണ്ട് ഇവിടുന്ന് താഴെ നിന്ന് ആരും വേലയ്ക്ക് വന്നില്ല, നിങ്ങളെ കാര്യം മറന്നുപോയി. ഇത്ര ഞാൻ മറന്നുപോയി. ഓക്കെ, അതിൽ പിന്നെ നമുക്ക് നമ്മുടെ നാടല്ലല്ലോ, നമുക്കതിലൊന്നും പറയാനില്ല. പക്ഷെ ഈ സിറ്റുവേഷൻ ഞാൻ ഇവിടെ തിരിച്ചു വന്നിട്ട് ഇവിടെ UAE വന്നിട്ട് ഒരു ട്രാവൽ കപ്പിൾസ് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ്, അവരുടെ അടുത്ത് ഞാൻ ഇത് ഷെയർ ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു വേറൊരു പുതിയൊരു അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫോണില് റേഞ്ച് ഇല്ലെങ്കിലും നമുക്ക് എമർജൻസി കോൾ വർക്ക് ആവുന്നുള്ളത്. എമർജൻസി നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് എമർജൻസി കോൾ പോവില്ലല്ലോ എന്നുള്ള എൻ്റെ നോളജ് അത്രേ ഉള്ളൂ. ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ നോളജ് അത്രേ ഉള്ളൂ. പക്ഷെ അതെനിക്കൊരു പുതിയൊരു അറിവാണ്. സംഗതി ഇതുപോലുള്ള ഒരു പ്രതിസന്ധികൾ ഫേസ് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് വരുന്നു, അപ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നതും. അതെ അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് ഓരോ ട്രാവലിങ്ങിലും എങ്ങനെ പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവും. അത് ഹാൻഡിൽ ചെയ്തിട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് എന്നുള്ള സംഭവം വരുന്നത്. എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മുടെ ലൈഫിൽ വരുന്ന പല പ്രശ്നങ്ങളും ഇതൊക്കെ എന്ത് നമ്മൾ അതും ചാടിക്കടന്ന് വന്നതാണെന്നുള്ള ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് അത് നമ്മുടെ ട്രിപ്പുകളിലും കാര്യങ്ങളിലൊക്കെ ഓരോരുത്തർ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയ കാര്യങ്ങളായിരിക്കും. നമ്മളിതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെന്താ ഇവർ ഇത്രയും ടെൻഷൻ ആവണേന്ന് നമുക്ക് ആ ഒരു തോട്ട് വരും. ഒരു അവസരത്തിൽ ഞാനും അത് തരണം കഴിഞ്ഞ് വന്നതാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആവുന്നത്. അപ്പൊ ഈ കസാക്കിസ്ഥാനിലത്തെ പോലെ പെട്ടുപോയ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായ? പെട്ടുപോയല്ല, മീൻസ് എവിടെ പോയാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റാറുണ്ട് ഓരോന്ന്. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് നല്ല ആ സമയത്ത് കുറച്ച് സീരിയസ് ആയിട്ട് തോന്നിയെങ്കിലും പിന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ കോമഡി ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്വിമ്മിങ് ഒട്ടും അറിയില്ല, ഒന്നും അറിയില്ല സ്വിമ്മിങ്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ വെള്ളം നല്ല പേടിയാണ്. അപ്പം ഈ ഫാമിലി ആയിട്ട് പുറത്ത് പോകുമ്പോൾ ഇവരൊക്കെ സ്വിമ്മിങ് പൂളിലും ബീച്ചിലൊക്കെ സ്വിം ചെയ്യുമ്പോൾ നമ്മൾ നോക്കി നിന്ന് കാണാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത സോളോ ജോർദാനിലേക്കായിരുന്നു. അപ്പൊ അറിയാലോ, അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെഡ് സീ ആണ്. അവിടുത്തെ ഹൈലൈറ്റ് ഡെഡ് സീ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുങ്ങി പോവില്ല, അതാണ് എന്റെ കോൺഫിഡൻറ്റ്. നമ്മൾ എന്ത് ചെയ്താലും മുങ്ങി പോവില്ല, മരിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻറ്റ്. അല്ല, ഈ ഡെഡ് സീല് നമ്മളെന്തോ കമന്ന് പോയാൽ പിന്നെ പൊന്താൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയോ? ഡെഡ് സീൻ്റെതായ റൂൾസ് ഉണ്ട്, സ്വിമ്മിങ്ങിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട്. ഇതൊന്നും അറിയാത്തതാണ് ഞാനൊരു ഞാൻ ഡെഡ് സീ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയത് ഒരു കോമൺ പ്ലേസിലല്ല പോയത്, ഒരു ബീച്ച് റിസോർട്ടിന്റെ ഒരു ഏരിയ, പ്രൈവറ്റ് ഏരിയ. പ്രൈവറ്റ് ബീച്ചുകളുണ്ട്. അതെ, ഡെഡ് സീന്റെ ഒരു ഭാഗത്തിൽ അവര് റിസോർട്ടുകൾ പണിതിട്ടുണ്ട്. അതിൽ നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് വൺ ഡെയിലി പാസ് പോലെ എടുക്കാൻ പറ്റും. നമ്മൾ കൂടുതലും കാണുന്നത് എല്ലാവരും വന്ന് ഇറങ്ങുന്ന കുറെ ക്രൗഡ് ആയിട്ടുള്ള പബ്ലിക് ഏരിയ ഉണ്ട്. അതിന് അവിടെ അങ്ങനെ എക്സ്പെൻസ് ഒന്നും ഇല്ല. ഇതിപ്പം ഞാനൊരു പ്രൈവറ്റ് ഏരിയ എടുത്തു മാത്രം. അതിൽ നമുക്ക് അവിടെ ഒരു മഡ് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഡെഡ് സീലിങ്ങനെ എടുക്കാൻ നമ്മുടെ സ്കിന്നിന്റെ ഒരു ഏറെപ്പെട്ട രോഗങ്ങൾക്ക് അത് ആ ഒരു മഡ് ഭയങ്കര യൂസ്ഫുൾ ആണ്. 26 മിനറൽസ് ഉള്ള ഒരു മഡാണ് അവരുടെ ഉള്ളത്. അപ്പം ഞാനത് കുറച്ച് നേരം എക്സ്പീരിയൻസ് ചെയ്യാലോ, ഒന്ന് റിലാക്സ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ടൂറിന്റെ ലാസ്റ്റ് ഡേ ആണ് ഞാൻ ഡെഡ് സീ വിസിറ്റ് ചെയ്തത്. അപ്പോൾ പ്രൈവറ്റ് ഏരിയ ആണ്,
അത് ആളുകളൊന്നുമില്ല. കാരണം മെയിനായിട്ട് ഈ ചമ്മൽ കാരണം കൊണ്ടാണ് ഈ പ്രൈവറ്റ് ഏരിയ എടുത്തത്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ആ തുടക്കത്തിലേ പറഞ്ഞു എൻ്റെ അടുത്ത്, ഇതിൻ്റെതായ ഒരു റൂൾ ഉണ്ട്, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പേടിക്കണ്ട, നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ കിടക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ സ്വിമ്മിങ് ചെയ്തില്ല. എനിക്ക് ഈ ഹസ്ബൻഡൊക്കെ മോനൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് ഫ്ലോട്ട് ചെയ്ത് കിടക്കാനുള്ള ചാൻസ് കിട്ടിയപ്പോൾ ഞാനത് മുതലാക്കിയെന്ന് മാത്രം. അപ്പോൾ അവരാദ്യം എനിക്ക് വന്ന് റൂൾസ് ഒക്കെ വന്ന് പറഞ്ഞു തന്നു. അപ്പൊ പുള്ളിക്കാരനവിടെ നിന്നപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് കോൺഫിഡൻറ്റ് കിട്ടി. പക്ഷെ ഞാൻ ഈ റീൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ചെയ്ത പോലെ കാണിക്കണല്ലോ വെച്ചിട്ട് പുള്ളിക്കാരൻ പോയപ്പോൾ ഞാൻ ഒന്നും കൂടെ കരയിലേക്ക് വന്നിട്ട് ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ഫ്ലോട്ട് ചെയ്യാൻ പോയി. ഞാൻ ക്യാമറ കരയിൽ സെറ്റ് ചെയ്ത് വെച്ചു, അതോ കയ്യിൽ പിടിച്ചിട്ടാ? അല്ലല്ല, സെൽഫി സ്റ്റിക്കിൽ നമുക്ക് വെക്കാലോ. സെൽഫി സ്റ്റിക്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് വെക്കാം. ആ ഏരിയയിൽ ഫ്ലോട്ട് ചെയ്യുന്ന കുറച്ച് നേരം നീന്തണ്ടൊക്കെ കാണിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് സെൽഫി സ്റ്റിക്കിലൊക്കെ വെച്ചോ, ക്യാമറ ഉള്ള ഏരിയയിലൊക്കെ പോയി നിന്ന് ഫ്ലോട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം അയാൾ പറഞ്ഞ പോലെ റൈറ്റ് ഹാൻഡിലോട്ട് ഫ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് കൈ കൊണ്ട് ഫ്ലോട്ട് ചെയ്യണം, അങ്ങനെ എന്തൊക്കെ കുറച്ച് റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തതൊക്കെ റോങ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ കടലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീന്തി പോവാ. അതായത് എനിക്ക് പോകേണ്ട ഡയറക്ഷനിലേക്കല്ല ഞാൻ പോണത്. ഞാൻ യൂട്ടേൺ അടിക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ കുറച്ച് ഉള്ളിലേക്ക് പോയി, എനിക്ക് തിരിച്ച് കരയിലേക്ക് വരാൻ പറ്റുന്നില്ല. വീണ്ടും ഉൾക്കടലിലോട്ട് പോവാണ്. എനിക്ക് മീൻസ് കാല് മടക്കിയിട്ട് ഇങ്ങനെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണീറ്റ് പോരാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് കാല് മടക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ആഴ്ചയിലുള്ള സ്ഥലത്ത് ഞാൻ എത്തി, താഴ്ചയുള്ള സ്ഥലത്തേക്ക് ഞാൻ എത്തി. പക്ഷെ എനിക്ക് കരയിലേക്ക് കാണാൻ പറ്റും. ടെൻഷനോ നമ്മൾ തളർന്നു പോയി, കംപ്ലീറ്റ്ലി തളർന്നു പോയി. തളർന്നതും കാര്യമൊന്നുമില്ല, ഇത് നമ്മൾ മുങ്ങില്ല, തളർന്നാലും ഇത് മുങ്ങില്ല. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നമുക്ക് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലാണ് അപ്പുറത്ത്, അവിടെ അവർ തോക്ക് പിടിച്ച് നിൽക്കണ്ടോ, നിങ്ങളാരാ അപ്പുറത്ത്, അല്ല ഞാൻ തിരിച്ചു പൊക്കോളാം ചോർത്തല്ലേക്ക് എന്ന് പറഞ്ഞ പോലത്തെ കേസായിരിക്കും. അപ്പോഴാണ് എന്റെ എന്തോ ഒരു ഭാഗ്യം. തന്നെ ഒരു ചൈന ഒരു പയ്യൻ ഒരമ്മ അങ്ങനെ വന്ന് അവര് ഡ്രസ്സ്, അമ്മയും മോനും ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്, ക്ലേ ഒക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം നമുക്ക് ആകെ കൂടി മുന്നത്തെ കസാക്കിസ്ഥാൻ പറഞ്ഞ പോലെ ഹെൽപ്പ് ഇതെല്ലാം വിളിച്ചു പറയാൻ പറ്റില്ല. പക്ഷെ ഞാനിവിടെ ഹെൽപ്പ് എന്ന് വിളിച്ച് പറയുന്നുണ്ട്, പക്ഷെ അവർക്കത് മനസ്സിലാവണില്ല. അപ്പം എൻ്റെ ബോഡി ലാംഗ്വേജും ഇങ്ങനെ കൈകൊണ്ടൊക്കെ കാണിക്കണ കണ്ടപ്പം അവർക്ക് മനസ്സിലായി തിരിച്ച് യൂട്ടേൺ അടിച്ചിട്ട് ഇവർക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം അവർ വേഗം കുറച്ച് ദൂരം കടലിന്റെ കുറച്ച് വന്നിട്ട് അവര് റൈറ്റ് എടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ റൈറ്റ് എടുത്തു. പിന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ആണ് പറയുന്നത്, ലെഫ്റ്റ് എടുത്തു. പിന്നെ ബോത്ത് ഹാൻഡ്സ് എന്ന് പറയുന്നുണ്ട്. ബോത്ത് ഹാൻഡ്സ് എടുത്തപ്പോൾ ഞാൻ ബാക്കിലോട്ടല്ല പറഞ്ഞാൽ ഞാൻ സൈഡിലേക്ക് വരണേ. അന്നേരം ഒരു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു, പിന്നെ റൈറ്റ് എടുക്കാൻ പറഞ്ഞു. By using only your right hand side, doing like this, exactly, and you can use both hands like this. Yes. Yeah. Like. അങ്ങനെ റൈറ്റും ലെഫ്റ്റും ഒക്കെ എടുത്ത് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ തിരിഞ്ഞ് യൂട്ടേൺ ആയിട്ട് തിരിച്ച് കരയിലേക്ക് ഞാൻ എത്തി. പിന്നെ ഞാൻ ഇറങ്ങിയിട്ടില്ല. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് ഈ സെന്ററിൽ വെച്ചുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? എന്താ തോന്നിയ ആ സമയത്ത്? കാല് നിലത്ത് മുട്ടുന്നില്ല, നമ്മള് എന്ന് വെച്ചാൽ തല ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മുങ്ങിച്ചാവരുതല്ലോ. ബോഡി ഫുൾ കംപ്ലീറ്റ്ലി ഞാൻ പെട്ടെന്ന് നെർവസ് ആയി. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കരയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കാല് മടക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുങ്ങിപ്പോയില്ലാന്ന് തോന്നുന്നു. പക്ഷെ കണ്ണിൽ ഇതായി കഴിഞ്ഞാൽ ഇരിയും, അങ്ങനത്തെ എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് അവർ തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എനിക്ക് ഞാൻ ബ്ലാങ്ക് ആയി. അതാണ് സത്യം. ഫുള്ളി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ കുറച്ചു നേരം ബ്രീത്തൊക്കെ ചെയ്തിട്ട് കുറച്ചു നേരം അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ കിടന്നു. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, അങ്ങനെ കിടന്നു. പിന്നെ കുറച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ട് കിടന്നിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഇവരെ കണ്ടത്. ഈ അംഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സെക്യൂരിറ്റി വരുന്നത്. പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല എന്റെ ചേട്ടാ എന്തുണ്ടായി എനിക്ക് പറയാൻ പറ്റില്ലല്ലോ.
ഞാൻ അങ്ങനെ പോയി. അത് കഴിഞ്ഞ കരയിൽ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ ആദ്യം വിളിച്ചത് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇതൊക്കെ ആ, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എത്ര എങ്ങനെയാ? ആള് ഫുൾ സപ്പോർട്ടാണ്. ഐ മീൻ അങ്ങനെ സപ്പോർട്ടിൽ നടക്കില്ലല്ലോ, പ്രത്യേകിച്ച് ദുബായിൽ വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, മകനുണ്ട്. അതെങ്ങനെ മാനേജ് ചെയ്യുന്നത് ഈ ഫാമിലി ലൈഫും യാത്രകളും? അത് ഞാൻ എന്താ പറയുക, ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് രണ്ടും നോക്കണമല്ലോ, ഫാമിലി നോക്കണം, ബഡ്ജറ്റും നോക്കണം. ഡിസയർ ഉള്ള സമയത്താണ് ഞാൻ ട്രാവലിംഗ്, അത് ഡിസയർ തന്നെയാണ് യു എയിൽ കൂടുതലും ഒട്ടുമിക്ക ആൾക്കാരെയും ട്രാവലിംഗ് ചെയ്യാൻ പഠിപ്പിച്ചതെന്ന് പറയാം. വളരെ ലോ ബഡ്ജറ്റിൽ എയർലൈൻസ്, വളരെ ലോ ബഡ്ജറ്റിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഞാൻ വീക്കെൻഡ്സിലാണ് ട്രാവൽ ചെയ്യാം. മോന് സ്കൂളില്ലാത്ത സമയങ്ങളിൽ നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും ട്രാവലിങ്ങിൻ്റെ ഡേറ്റ്സ് ഞാൻ ചൂസ് ചെയ്യുക. ഹസ്ബൻഡിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. അങ്ങനെയൊക്കെ മാനേജ് ചെയ്തിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്ത് തരുന്നത്. മോനെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ പോയിട്ടില്ല ഇതുവരെ. പക്ഷെ എനിക്ക് ഞാൻ എൻ്റെ ട്രാവലിങ്ങിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് കുറെ വളരെ വിരലിലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അമ്മയാണോ? അങ്ങനെ ഒരു നെഗറ്റീവ് അങ്ങനെയുണ്ട്. ചിലർ ഭയങ്കര സപ്പോർട്ടാ. ലേഡീസിൽ തന്നെ ഇഷ്ടം പോലെ സപ്പോർട്ടുണ്ട്. ഇഷ്ടം പോലെ എനിക്ക് ഫോട്ടോസൊക്കെ കാണുമ്പോൾ പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, ഉറപ്പായിട്ടുണ്ടല്ലോ. നമ്മുടെ ലേഡീസിൽ തന്നെ എല്ലാത്തിലും ഉണ്ടാവില്ല നല്ലതും ചീത്തയും. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ഫേസ് ടു ഫേസ്, നീ ഒരു അമ്മയാണോ, ഇങ്ങനെ കൊച്ചിനെ ഇങ്ങനെ ഇട്ടിട്ട് യാത്ര ചെയ്യാണോ, കറങ്ങി നടക്കാണോ? അതിൻ്റെ ഇടയിൽ എനിക്ക് ചോദിക്കുന്നതിന് മുന്നേ എനിക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് അലർജിക് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊക്കെയുള്ള ഒരാൾ തന്നെയാണ്. ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലൈസ്ഡും ആയി ആ ഒരു ടൈമിൽ. അപ്പോൾ മോനിട്ടിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക, നീ ഒരു അമ്മയാണോ, മോൻ്റെ കാര്യം ഇങ്ങനെ നോക്കുക, എങ്ങനെയാന്ന് വെച്ചിട്ടാണ് ഹസ്ബൻഡ് കൊച്ചിനെ നോക്കുക. ഇതൊക്കെ അമ്മമാരുടെ ഉത്തരവാദിത്തമല്ലേ കൊച്ചിനെ നോക്കേണ്ടത്. അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഈ നെഗറ്റീവ് കാര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അത് ഇഗ്നോർ ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ചൂസ് ചെയ്യുന്നത് നമ്മളാണ്. മറ്റുള്ളവർ പലതും ചോദിക്കും, അതൊക്കെ എടുക്കാൻ പോയി നമ്മൾ മൂവ് ചെയ്യും. അല്ല, നമ്മളൊരു ഫാമിലി ലൈഫിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം അല്ലേ? നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് എപ്പോഴും നമുക്ക് വേണ്ടി കണ്ടെത്തണം. കാരണം നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ സ്പേസ് കണ്ടെത്തും. ഇപ്പൊ എൻ്റെ അടുത്ത് കൂടുതലും ചോദിക്കാറ്, നീ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് എവിടെയാ സമയം? ഞാൻ പറയുന്നത് എനിക്ക് സമയമുണ്ട്, എല്ലാം ഒന്ന് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. എനിക്കെന്നല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണിത്. അങ്ങനെയാണ് മറ്റുള്ളവരും കൂടെ മോട്ടിവേറ്റ് ചെയ്യാനും കൂടെ കൊണ്ടുപോകാൻ തുടങ്ങിയതല്ലേ? അത് ഞാൻ ട്രാവലിംഗ് ചെയ്യണ കണ്ടിട്ട് 1-2-3 ട്രാവലിംഗ് സോളോ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണ കണ്ടിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയക്കും. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വീട്ടിൽ ഇതാണ് വീട്ടിൽ സമ്മതിക്കുമെന്ന് അറിയില്ല, അവരുടെ കൺസേൺ. വീട്ടിൽ സമ്മതിക്കുമെന്ന് അറിയില്ല, പക്ഷെ നീ എന്നെ അറിയുന്ന കാരണം കൊണ്ട് നീ ഇങ്ങനെ പോകുന്ന ആളാണല്ലോ, നിന്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ സമ്മതിക്കും, എന്നെയും കൂടി കൊണ്ടുപോകുന്നുള്ള ഒരു മെസ്സേജ് അങ്ങനെയൊക്കെ ഫ്രണ്ട്സ്, അറിയുന്ന ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആദ്യം പരിചയക്കാരായിട്ടുള്ള ആൾക്കാർ തുടങ്ങി, പിന്നെ പരിചയമില്ലാത്ത ആൾക്കാർ മെസ്സേജ് അയച്ചു. പരിചയമില്ലാത്ത മലയാളീസ് ആദ്യം മെസ്സേജ് അയച്ചു. പിന്നെ അവിടുന്ന് എന്താ പറയുക, രാജ്യങ്ങളൊക്കെ മാറിപ്പോയി. പല ഡിഫറെന്റ് കമ്മ്യൂണിറ്റി എന്നുള്ള ലേഡീസൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. വേറെ നാഷണാലിറ്റീസ് ഒക്കെ, ജോർദാൻ, ഈജിപ്ഷ്യൻ, പാകിസ്ഥാനീസ്, ആഫ്രിക്കൻസ്, ബ്രസീലിയൻസ് ഒക്കെ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അവരൊക്കെ ദുബായ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഇവരെല്ലാം ദുബായിലുള്ളവരാ. പക്ഷെ ഇപ്പൊ ഒമാനിന്നും ഖത്തറിൽ നിന്നൊക്കെ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്, ലേഡീസ് ട്രിപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ വരുന്ന ട്രിപ്പുകളിലും കഴിഞ്ഞ ട്രിപ്പുകളിലൊക്കെ. നമ്മുടെ മലയാളികളല്ലാത്ത ആൾക്കാരെ കൂടെ പോകുമ്പോൾ എന്താ തോന്നുന്നത്? ആ യാത്രകൾ എങ്ങനെയാ ഫീൽ ചെയ്തിട്ടില്ലേ? നമ്മളിപ്പം ഓരോ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പല നാഷണാലിറ്റീസിനാണല്ലോ കാണുന്നത്. എനിക്ക് അങ്ങനെ ഒരു വലിയൊരു സംഭവം തോന്നിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു ഗ്രൂപ്പായിട്ട് എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട്, നമ്മളൊരു ഗ്രൂപ്പ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണമല്ലോ. അപ്പം അവരുടെ ഭക്ഷണം നല്ല, ചിലർക്ക് നോൺ വെജ് മാത്രമേ പറ്റുള്ളൂ, ചിലർക്ക് അങ്ങനെ പലരും പല സ്വഭാവമുള്ള ആൾക്കാരാണ്.
പക്ഷെ ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഒരു വൺ ഡേന്റെ ഹാഫ് കഴിയുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചാണ്. എനിക്കൊരു ഫാമിലി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈവൻ ഗെയിംസും ഡാൻസും പാട്ടും എല്ലാവരായിട്ട്. അപ്പൊ ട്രിപ്പിന്റെ ഭാഗമായിട്ട് സംഗീത ഇവരെ എല്ലാവരും ഒരുമിപ്പിക്കുകയാണ്. അവർക്ക് ആക്ടിവിറ്റീസ് എല്ലാ ലേഡീസ് ട്രിപ്പിലും ഞാൻ ജോയിൻ ചെയ്യും. ഈ ലേഡീസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ആദ്യം ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്ത് അങ്ങനെ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണോ അവർ കൊണ്ടുപോകുക? എല്ലാ ലേഡീസ് ട്രിപ്പും നമ്മൾ മീൻസ് പ്ലാൻ ആക്കുമ്പോൾ അതിന് മുന്നേ ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങൾ മാത്രമേ ഞാൻ ആളുകൾ അങ്ങോട്ടേക്ക് ബ്രിങ് ചെയ്യുള്ളൂ. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അതായത് അതുപോലെ തന്നെ ഞാൻ അവിടെ ഓരോ ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ മീൻസ് ബസ്സിൽ നിന്ന് ഇറങ്ങാനൊക്കെ മുന്നേ ഞാനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ഇന്ന ഏരിയ ഇങ്ങനെയാണ്, ഞാൻ ഇന്ന കാര്യങ്ങളാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്ത് അതിന്റെ നെഗറ്റീവും പറഞ്ഞു കൊടുക്കും, പോസിറ്റീവും പറഞ്ഞു കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ട് ട്രാവൽ ചെയ്ത ലേഡീസ് നമ്മുടെ കൂടെ ഉണ്ടാവും. മനസ്സിലായോ? അവര് പോയിട്ട് നേരെ പോയി അബദ്ധത്തിൽ മീൻസ് പെടേണ്ട വെച്ചിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് മാത്രമേ ഞാൻ ലേഡീസിനെ കൊണ്ടുപോകാറുള്ളൂ. ഞാൻ പോയി ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാനൊരു പ്ലാൻ എടുത്തുള്ളൂ. ഇപ്പം എത്ര യാത്രകൾ നടത്തി അങ്ങനെ ലേഡീസ് ട്രിപ്പ് തന്നെ ഞങ്ങളിപ്പോ ഒരു 2 വർഷം കൊണ്ട് 20 ലേഡീസ് ട്രിപ്പ് കവർ ചെയ്തു. ഇത് എല്ലാ വീക്കിലും ഒരു ട്രിപ്പ് എന്നുള്ളതാണോ പ്ലാൻ? എങ്ങനെയാണോ അതിന്റെ? അല്ല, മന്ത്ലി 1-2 ട്രിപ്പുകൾ എന്തായാലും ഉണ്ടാവും. ഇനി വരാൻ പോകുന്ന ട്രിപ്പ് എങ്ങോട്ട്? ഇനി ഞാനൊരു ഇപ്പൊ നമ്മൾ അസർബൈജാൻ, കസാക്കിസ്ഥാൻ, UAE അടുത്തുള്ളത് കഴിഞ്ഞു, വിയറ്റ്നാം ആ ഏരിയ ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു മസായാണ് എന്റെ മനസ്സിൽ. മസായി ഗ്രേറ്റ് മൈഗ്രേഷൻ ടൈമിലാണോ? ആ ഒരു ജൂലൈ ഓഗസ്റ്റ് മൈഗ്രേഷൻ ടൈമില്, സെപ്റ്റംബർ മിഡ് വരെ ഉണ്ടല്ലോ. ലേഡീസ് ഓൺലി ട്രിപ്പ് തന്നെയാണ്. ലേഡീസിനെ അങ്ങോട്ട് കൊണ്ടുപോകണം, അവരത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം അത് വേറൊരു ടൈപ്പ് ലോകാണ് അത്. നമ്മൾ ഈ ഇതൊക്കെ ഒരേ പാറ്റേണുള്ള സ്ഥലങ്ങളാ, അസർബൈജാൻ അങ്ങനത്തെ കൺട്രീസ് ഒക്കെ. മസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ആ വൈൽഡ് ലൈഫിലേക്ക് പോകുന്ന ആ ഒരു സംഭവം കുറച്ചുകൂടി പോകണം. അത് ലേഡീസ് ആ ഗ്രൂപ്പായിട്ട് പോകണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞങ്ങള് അതിന് എന്താ പറയുക, ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. എന്തായാലും ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മറ്റുള്ളവർക്കും കൂടെ യാത്ര ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ് അല്ലേ? ലേഡീസ് ട്രിപ്പ് മാത്രമല്ല, നമ്മള് ഫാമിലി ട്രിപ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കോർപ്പറേറ്റ് ലെവലില് അതുപോലെ ട്രാവൽ ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ട് ഹൈക്കിംഗ് ടൂർസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൂർസ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ താങ്ക്സ് സിഗ്നേച്ചർ ഹോളിഡേയ്സ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ നെയിം. അതെ, ഇപ്പൊ കേൾക്കുമ്പോൾ തോന്നുന്നത് ലേഡീസിന് മാത്രമായിട്ടുള്ള, അങ്ങനെയല്ല. നമ്മളെല്ലാവർക്കും അവരവരുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംഗീതയുടെ യാത്രകളിൽ ഈ പ്ലാനിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം ഈ യാത്രകൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ കൊടുക്കാൻ? ഈ യാത്രകൾ ഇപ്പം ആദ്യം ഒരാൾ ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് ഫ്ലൈറ്റിന്റെ റേറ്റ്, പിന്നെ നോക്കുന്നത് ബഡ്ജറ്റായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ ആദ്യം നോക്കുക ഫ്ലൈറ്റിന്റെ റേറ്റ്, പിന്നെ സെക്കൻഡ് നോക്കുന്നത് അക്കോമഡേഷൻ ആണ്. ഞാനിതിലിപ്പം അക്കോമഡേഷന്റെ കേസ് നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിൽ അവർ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് Airbnb. Airbnb-യിൽ ഞാൻ US ഇപ്പോൾ ലാസ്റ്റ് ഡിസംബറിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഹസ്ബൻഡും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എടുത്തിരിക്കുന്ന Airbnb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയാഗ്ര ഫോൾസിന്റെ അടുത്തുനിന്ന് ഒരു വില്ലേജ് ഏരിയ, നല്ല ഉള്ളിൽ പോയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ Airbnb ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങള് ന്യൂയോർക്കിൽ നിന്ന് നയാഗ്രയിലേക്ക് എത്താൻ ഞങ്ങൾ ബൈ റോഡാണ് ഒരു കാർ റെന്റോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബൈ റോഡാണ് എത്തിയത്. രാത്രി മിഡ് നൈറ്റ് ഒരു 2 AM ടൈമിലാണ് നമ്മൾ എത്തിയത്. അപ്പൊ നമുക്ക് Airbnb എടുത്താൽ നമുക്ക് അറിയാലോ, റിസപ്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു കോഡ് ഉണ്ടാവും. ആ കോഡ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. ഞങ്ങള് 2 o'clock ആ ഏരിയയിൽ ഒരു വെളിച്ചം ഒന്നുമില്ല. രാത്രി 2 മണി ടൈമാണ്. ഒന്നാമത് ആ ഏരിയ കംപ്ലീറ്റ്ലി സൈലന്റ് ഏരിയ ആണ്. പിന്നെ ഒരു വീട് കഴിഞ്ഞിട്ട് പിന്നെ കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത വീടൊക്കെ ഉള്ളത്. അവിടെയാണ് ഈ Airbnb കിട്ടിയത്. നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഏരിയ അതൊക്കെ സൂപ്പറാന്ന് തോന്നും. പക്ഷെ രാത്രി നമുക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ ഫോണില് ടോർച്ചൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ തന്നിട്ടുള്ള കോഡ് നമ്മൾ ചെയ്തു. പക്ഷെ ലോക്ക് ഓപ്പൺ ആവുന്നില്ല. 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു, ലോക്ക് ഓപ്പൺ ആവുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് അവരുടെ ഒരു നമ്പർ ഉണ്ട്, കസ്റ്റമർ സർവീസ് നമ്പർ ഉണ്ട്. അതിലേക്ക് വിളിച്ചിട്ട് അവര് 24 hours സർവീസ് ഒന്നും ഇല്ല. അവര് പിക്ക് ചെയ്യണില്ല, കോള് പിക്ക് ചെയ്യുന്നില്ല. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ കാർ റെന്റോട്ട് എടുത്ത കാരണം കൊണ്ട് ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് വന്നു.
പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ അടുത്ത് ഹോട്ടൽസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇത് പക്ക ഒരു വില്ലേജ് ആണ്. പിന്നെ നമുക്ക് എവിടേക്ക് പോകേണ്ടതെന്ന് അറിയണില്ല. നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച നമ്പർ, നമ്മുടെ നമ്പർ കാണുമ്പോൾ അവർ തിരിച്ചു വിളിക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ആരും വിളിക്കണില്ല. പിന്നെ ഞങ്ങൾ കുറേ ദൂരം ഓടിച്ചിട്ട് ഒരു പെട്രോൾ പമ്പിൽ അന്ന് നൈറ്റ് ഫുള്ള് കാറിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ 7 മണിയായപ്പോഴാണ് ഇവർ തിരിച്ചു വിളിക്കുന്നതും. പിന്നെ അവിടുന്ന് അവിടെ നിന്ന് ഒരു ലേഡി വന്നിട്ട് അവർ റോങ്ലി തന്നതാണ്, നമ്പർ മാറിപ്പോയതാ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ Airbnb ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ മിഡ് നൈറ്റ് ടൈമിലാണ് അവിടെ റീച്ച് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഏരിയ അല്ലാതെ ടൗൺ ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും, എപ്പോഴും പറ്റില്ല, പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ആയാൽ നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ അവിടെ ഉണ്ടാവും. റിമോട്ട് ഏരിയയിലാണെങ്കിൽ നമ്മൾ ഈ ഓഫീസ് ടൈമുകളിൽ നമുക്ക് ടാക്സിയോ ഒന്നും കിട്ടില്ല. ഒരു സ്ഥലത്ത് അറിയാത്ത ഒരു സ്ഥലത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. നമ്മൾ ചെന്ന് കയറുന്ന സമയം ഇമ്പോർട്ടന്റ് ആണെന്നല്ലേ. ഈ സോളോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും ഇങ്ങനെ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് Airbnb ഒക്കെ ചൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ മിഡ് നൈറ്റ് ടൈം ഒക്കെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രാൻസ്പോർട്ടേഷനോ ബഡ്ജറ്റ് നോക്കിയിട്ട് കൂടുതൽ അതെ, ബഡ്ജറ്റ് കുറവായിട്ട് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യും. പിന്നെ കിട്ടുന്ന വണ്ടിയൊക്കെ പോയിട്ട് നമ്മൾ ടൗണിലേക്ക് പോകുമ്പോൾ അതിന്റെ ഇരട്ടി പൈസ ആയിരിക്കും. ഏറ്റവും നല്ലത് ടൗണിലെ ഏരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമുക്ക് എന്താ പറയാ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്, അറിയാത്ത രാജ്യങ്ങളിൽ പോകുമ്പോൾ. ഈ ദുബായിൽ ചെന്നു, അവിടെ ഒരു വലിയൊരു ലൈഫിൽ കുറേ കാലം അവിടെ താമസിക്കുന്നു, അവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ യാത്രകൾ ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ജോലിക്കായിട്ട് വന്ന് ആൾക്കാരാണല്ലോ ദുബായിലുള്ളത്. അവിടെയും ഇതുപോലെ ഒരുപാട് സ്ത്രീകളുണ്ട്, ഹൗസ് വൈഫായിട്ടും അവരുടെ ഹസ്ബൻഡും മക്കളും അവരെ നോക്കിയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒരു യാത്ര എന്ന് പറയുന്ന ഒരു ലോകം അവർക്ക് മുന്നിലുണ്ട് എന്ന് അറിയാതെ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളിൽ കണ്ടിട്ടുള്ള ഒരു നാച്ചറാണ് കല്യാണം കഴിഞ്ഞ് പോവാ, ഫാമിലി ആയിട്ട്. ചിലര് ജോബായിട്ട് പോകുന്നവരുണ്ടാവും, ചിലര് ഫാമിലി ആയിട്ട് അങ്ങനെ. പക്ഷെ അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞാൽ അവർ ആ ഒരു ഫാമിലി മാത്രമായിട്ട് അവര് അവരുടേതായ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ ചെറുതാക്കി പറയുന്നതല്ല, അവരുടെ ഫാമിലിയിൽ ബിസിയാണ്. പക്ഷെ അവര് മറക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ടൈം അവർ മാറ്റി വെക്കുന്നില്ല എന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോഴാണ് അത് റിയലൈസ് ചെയ്യുക. യാത്ര ചെയ്യണം എന്നാണ് ഞാൻ പറയാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യാത്ര എന്ന് പറഞ്ഞൊരു നമ്മളൊരു മെഡിസിനാണ്, തെറാപ്പിയാണ് ആക്ച്വലി. എല്ലാവരും യാത്ര ചെയ്തുകൊണ്ട് എല്ലാവരും യാത്ര ചെയ്യുന്ന ആൾക്കാരാവണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉറങ്ങിക്കിടന്നിരുന്നത്, അതായത് നമ്മുടെ മുൻപ് ഉണ്ടായിരുന്ന നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് അതൊക്കെ നമുക്ക്, ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ നാളായിട്ട് ഒട്ടും ആക്റ്റീവായിട്ടില്ലാത്ത ലേഡീസ് യാത്ര ചെയ്തിട്ട് പിന്നെ ഒരു 1 month ഒക്കെ കഴിയുമ്പോൾ അവർ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നു. ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ പിന്നെ വീഡിയോസ് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്നു, അവര് വ്ളോഗേഴ്സ് ആവുന്നു. അപ്പൊ അതൊക്കെ എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ഇങ്ങനെ നമ്മുടെ കൂടെ വന്ന് ഞാൻ അതിലൊരു എന്തെങ്കിലും ചെറിയൊരു ഭാഗമായിട്ടുണ്ടല്ലോ എന്നുള്ള ഹാപ്പിനെസ് ഉണ്ട് അതില്. അപ്പോൾ സംഗീതയുടെ യാത്രകൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകട്ടെ, ഒരുപാട് ട്രിപ്പുകൾ കൊണ്ടുപോകാൻ പറ്റട്ടെ, ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ. അതെ, ഒരുപാട് പേര് യാത്ര ചെയ്യട്ടെ. അതെ. അപ്പോൾ നമുക്ക് പിന്നെയും ഒരു എപ്പിസോഡിൽ ഫ്രീ ആകുമ്പോൾ ഇറങ്ങും, നമുക്ക് പുതിയ കഥകളൊക്കെ ആയിട്ട്. ഉറപ്പായിട്ടും അടുത്ത എൻ്റെ മസായിയുടെ അഡ്വഞ്ചറൊക്കെ ആയിട്ട് ഞാൻ വരാം.